നമസ്കാരം. ബസ്സിൽ വെച്ച് ഒരു യുവാവ് തന്നോട് മോശമായി പെരുമാറി, തന്നെ ശല്യം ചെയ്തു, അനാവശ്യമായിട്ട് പല സമയത്തും ആവർത്തിച്ച് സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യുവാവിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് ഒരു യുവതി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കി. അവൾ വിചാരിച്ചതിനപ്പുറം വൈറലായി. പക്ഷെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ മനുഷ്യൻ്റെ മാതാപിതാക്കൾക്കാണ് നഷ്ടം സംഭവിച്ചത്. ആ ഒരു വാർത്തയുടെ ഞെട്ടലോ വേദനയോ നമ്മളിൽ നിന്ന് മാറാറായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ സമാനമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു. അത് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ വീഡിയോ നോക്കിയപ്പോൾ അത് കാണാൻ കിട്ടുന്നില്ല. അത് ഡിലീറ്റ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിരുന്നു. വഞ്ചനാട് എക്സ്പ്രസിൽ താൻ നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ച് ഒരു യുവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയെ പറ്റിയായിരുന്നു ഈ മാധ്യമങ്ങളൊക്കെ കൊടുത്ത വാർത്ത. ഒരു മധ്യവയസ്കൻ, കണ്ടാൽ ഒരു 50-60 വയസ്സിനിടയ്ക്ക് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കയ്യും വെച്ചുകൊണ്ട് ഈ യുവതിയെ നോക്കുന്നതായിട്ടുള്ള ഫോട്ടോയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ നോട്ടം അവളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ശരി, ചിലരിലെ നോട്ടം ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. ഒരാളുടെ അസ്വസ്ഥതയുടെ തോത് നിശ്ചയിക്കുന്നത് നമ്മൾ ആരുമല്ലല്ലോ. അങ്ങനെ ഉണ്ടായെങ്കിൽ അതിന് നിയമമില്ലേ? പരാതി കൊടുക്കാൻ സംവിധാനങ്ങളില്ലേ? സീറ്റിൽ നിന്നും മാറിയിരിക്കുക എന്നുള്ള ഒരു പോംവഴിയില്ലേ? പലതരം പ്രായോഗികമായിട്ടുള്ള കൃത്യമായ വഴികൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾക്ക് ഈ സ്ത്രീകൾ മുതിരുന്നത് എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. ഉടൻ തന്നെ അയാളുടെ ഫോട്ടോ എടുത്ത്, അയാളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നിങ്ങൾ പഠിക്കില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. എന്നെ വിധിക്കും മുമ്പ് നിങ്ങൾ അതൊന്ന് സൂം ചെയ്ത് നോക്കൂ. ആ വീഡിയോയുടെ അവസാനം വരെ കാണൂ. അയാൾ എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പ്രശ്നമല്ല, അയഞ്ഞ ഒരു കുർത്തയും പാൻറ്റുമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഫാഷൻ ഡിസൈനറൊക്കെയാണ് ഈ പറയുന്ന യുവതി. അവർക്ക് ഈ ഒരു രാത്രി സമയത്ത് ഒറ്റയ്ക്ക് ഒരു ട്രെയിനിൻ്റെ ബോഗിയിൽ യാത്ര ചെയ്യാനുള്ള ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പോലീസുമായിട്ട് ബന്ധപ്പെടാനുള്ള ധൈര്യവും ഉണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വയ്യാത്തത്. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്തയുടെ പ്രശ്നവും ആകാമല്ലോ. അയാൾ ഇപ്പോൾ തിരിച്ചു പറയുകയാണ്, ഞാൻ വെറുതെ എല്ലാവരും സാധാരണ നോക്കുന്നത് പോലെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകണമെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്ത മോശമല്ലേ എന്ന് ഇങ്ങേര് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനോട് ഈ സ്ത്രീ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ ഇവൾ എന്നെ തന്നെ കുറേ സമയം നോക്കിക്കൊണ്ടിരുന്നു, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദൃശ്യം ചിത്രീകരിച്ചു എന്നൊരു പരാതി ഈ മനുഷ്യൻ പോലീസിന് കൊടുത്താൽ അതിൽ വല്ല നീക്കുപോക്കും ഉണ്ടാവുമോ? എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇരട്ട നീതി പാടില്ല. പെണ്ണിനും ആണിനും ഒരേ നീതി ആയിരിക്കണം കിട്ടേണ്ടത്. അഭിമാനത്തിന് എല്ലാവർക്കും വിലയുണ്ട് എന്നാണ് ഈ പറയുന്നത്, ആവർത്തിക്കുന്നത്. പക്ഷെ ആരുടെയും ചെവിയിൽ അത് കയറുന്നില്ല. സ്ത്രീക്ക് നേരിടുന്ന അപമാനം, സ്ത്രീ നേരിടുന്ന ദുരിതം, ക്രൂരത, അതുതന്നെയല്ലേ ഒരു യുവാവിന് ഈ അടുത്ത കാലത്ത് സംഭവിച്ചത്? ഇങ്ങനെ ഒരാവശ്യവും ഇല്ലാതെ ചെയ്യാത്ത ഒരു തെറ്റിന് അതിൻ്റെ വീഡിയോ പിടിച്ച് എല്ലായിടത്തും ഇട്ട് അവൾ എന്നിട്ട് മനഃശാസ്ത്രജ്ഞയായിക്കൊണ്ട് നാട്ടുകാർക്ക് ഉപദേശം, നാട്ടുകാരോട് പ്രസംഗം, അവസാനം അവൾ ജയിലിലുമായി, ആ മനുഷ്യൻ തൂങ്ങുകയും ചെയ്തു. എന്താർക്ക് നേട്ടം എവിടെ ഉണ്ടായി? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അതിൽ നിന്നും പഠിക്കുന്നില്ല? ഓരോരുത്തരും എങ്ങനെ വൈറലാകാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എളുപ്പ വഴിയായിട്ട് പുരുഷന്മാരെ കുടുക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിയമം മുൻകൈ എടുത്തുകൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു ദുഷ്പ്രവണത തന്നെയാണ്. സ്ത്രീകൾക്കിടയിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും മുൻകൈ എടുത്തുകൊണ്ട് അതിനൊരു തടയിടാൻ ശ്രമിക്കണം. പല സ്ത്രീകളും ഇത്തരം അനുഭവങ്ങൾക്ക് മുൻപിൽ നിശബ്ദത പാലിക്കുകയാണ്. എന്നെ നാട്ടുകാർ വിധിക്കുമെന്ന് എനിക്കറിയാം. ഇതിനുശേഷം എനിക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന ആക്രമണങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും മിണ്ടാതെ ഇരിക്കുന്നത് മോശമാണെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്, എൻ്റെ ദുരനുഭവം പങ്കുവയ്ക്കുന്നത്. എന്ത് പ്രയോജനത്തിന്? നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, വിശദീകരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് അനുഭവപ്പെട്ട അപമാനം അവിടെ പരിഹരിക്കപ്പെടുമോ? നാട്ടുകാർ കുറേ പേര് ഇതറിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങൾ അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അയാൾ താടിക്ക് കൈയും കൊടുത്ത് നോക്കിയിരിക്കുന്ന ഒരു ദൃശ്യം, അതിൽ നിന്ന് നാട്ടുകാർ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായിട്ട് പോകുന്നില്ല? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പെരുമാറ്റം ഇതായിരുന്നു എന്ന് പറഞ്ഞ് തെളിവുമായിട്ട് പോവുക. ആ പരാതിക്ക് കഴമ്പുണ്ടെന്ന് തോന്നിയാൽ പോലീസ് കേസെടുത്ത് അയാളെ അകത്താക്കില്ലേ? സ്ത്രീകൾ ദുർബലരാണെന്ന് ചിലർ കരുതുന്നു, നിസ്സഹായരാണെന്ന് ചിലർ കരുതുന്നു. അതൊന്നും മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ആര് പറഞ്ഞു സ്ത്രീകൾ ദുർബലരാണെന്ന്, നിസ്സഹായരാണെന്ന്? ഏത് ഫീൽഡിലാണ് ഇപ്പോൾ സ്ത്രീകൾ ഇല്ലാത്തത്? എവിടെയാണ് സ്ത്രീകൾ പിന്നോട്ട് നിൽക്കുന്നത്? സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് വരുത്തി തീർക്കുന്നത്. അത് പുരുഷന്മാരല്ല. നമുക്കെല്ലാത്തിനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയിരിക്കും.
അതെങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. നമുക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിയമ സഹായങ്ങളെ അല്ലെങ്കിൽ പരിഗണനകളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമാക്കാം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അതിനെ മുതലെടുപ്പ് നടത്തി അത് ക്രമേണ ഇല്ലാതാക്കുകയല്ല നമ്മൾ ചെയ്യാനുള്ളത്. അത് മറ്റുള്ള സ്ത്രീകളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇതൊക്കെ ഞാൻ ആവർത്തിക്കുകയാണ്. അത് റെയിൽവേ പോലീസിൽ ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്, നല്ല കാര്യം. അവർക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ എടുത്ത് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നില്ലേ? എന്ന് പറയുന്ന പോലെ ഇയാള് ഒരു നിരപരാധിയാണെങ്കിൽ, ഇയാൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നതാണെങ്കിൽ അയാൾക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഭാവിയിൽ? അയാൾക്കൊരു കുടുംബമുണ്ടെങ്കിൽ, അയാൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ എന്താണ് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അതിനൊന്നും വിലയില്ലേ? നമ്മുടെ അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാവിക്കും നമ്മുടെ കുടുംബജീവിതത്തിനും ഒക്കെ പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അതൊക്കെ ഉണ്ട് എന്നൊന്ന് ചിന്തിക്കണം. അതിന് മാത്രമുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ത്രീ ഒരു വീഡിയോ പങ്കുവച്ചായിരുന്നു. ഓപ്പോസിറ്റ് ഇരുന്ന് ഒരുത്തൻ സ്വയംഭോഗം ചെയ്യുകയാണ്. അത് കൃത്യമായിട്ട് ആ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് 100% ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും സംസാരിച്ചു. തെളിവിൽ നമുക്കത് ദൃശ്യമാണ്. എന്നാൽ ഇതൊക്കെ എന്താണ്? ഇപ്പോൾ ഇൻ കേസ് അയാൾ അന്ധനാണെന്ന് വിചാരിക്കുക, അയാളുടെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ആളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളോട് ചുറ്റുമുള്ളവർ എന്തൊക്കെ സംസാരിച്ചാലും നമ്മളത് കേൾക്കില്ല. നമ്മൾ വളരെ ഗഹനമായിട്ടുള്ള ചിന്തയിലായിരിക്കും. അങ്ങോട്ട് ഒരിടത്ത് തന്നെ സൂക്ഷിച്ച് നോക്കുന്നതിനർത്ഥം ആ നോക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നല്ല. നമ്മൾ എവിടെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കാണുന്ന പോലും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ പല ചിന്തകളായിരിക്കും. ഇനി അത്തരം ഒരു ചിന്തയിലാണെങ്കിലോ അദ്ദേഹം ട്രെയിൻ കാലിയായിരുന്നു എന്ന് പറയുന്നു, വേറെ ആരും ഇല്ലായിരുന്നു എന്ന് പറയുന്നു, എന്നിട്ടും നിങ്ങൾ ആ ഒരു സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറാത്തതിൻ്റെ കാര്യം എന്താണ്? അങ്ങനെ മാറാതെ നിങ്ങൾ ഈ വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്നിട്ട് ഇത് പങ്കുവെച്ചിട്ട് ഞാൻ വൈറലാകാൻ ഉദ്ദേശിച്ചല്ല, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല, ഇതൊരു വാർത്തയാക്കാൻ ഉദ്ദേശിച്ചല്ല ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ സ്വയം വരുത്തി വെക്കുന്നത്. ഇപ്പോൾ ഇതൊരു പുരുഷനായതുകൊണ്ട് ഫോട്ടോ ഇട്ടു, അയാളുടെ അഡ്രസ്സൊക്കെ കിട്ടുമെങ്കിൽ അതും ഇടും, അതിലൊരു പ്രശ്നവുമില്ല. ഒരു സ്ത്രീ ആയിരുന്നെങ്കിലോ കാണിക്കില്ല, മുഖം ബ്ലർ ചെയ്തേ കൊടുക്കുകയുള്ളൂ, മാധ്യമങ്ങളും കാണിക്കില്ല. അതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. ആരാണോ ഇരയാക്കപ്പെടുന്നത് അവർക്ക് എല്ലാവർക്കും നീതി കിട്ടണം. അത് പുരുഷനാണെങ്കിൽ പുരുഷനും കിട്ടണ്ടേ? സ്ത്രീക്ക് മാത്രം മതിയോ? ഇയാളിങ്ങനെ നോക്കി ഇരിക്കുന്നത് കണ്ടിട്ട് അസ്വസ്ഥത ഉണ്ടായപ്പോൾ താൻ എന്തിനാണോ എന്നെ നോക്കുന്നത്? എനിക്ക് ആ നോട്ടത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, എനിക്ക് ഇവിടുന്ന് സീറ്റ് മാറിയിരിക്കാൻ സൗകര്യമില്ല, താൻ എന്നെ ഇനി ഇങ്ങനെ നോക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം അവിടെ കാണിച്ചോ? അതിനുള്ള ഒരു മനസാന്നിധ്യം കാണിച്ചോ? അതുമില്ല. അപ്പോൾ ഒരു സമയത്ത് സ്ത്രീകൾക്ക് രാത്രിയും പകലുമൊക്കെ വഴി നടക്കാനും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. തമാശയായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നാമെങ്കിലും അത് തന്നെയാണ് സത്യം കേട്ടോ. കാരണം ഏത് സ്ത്രീക്കും പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായി പുരുഷന്റെ നോട്ടം അല്ലെങ്കിൽ പുരുഷന്റെ സാന്നിധ്യം ഒക്കെ മാറിയിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. പുരുഷന്മാർ ജാഗ്രത എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.